മനുഷ്യൻ മാത്രം കുട്ടികളുണ്ടാവരുത് എന്ന് കരുതിയാണ് ചേരുന്നത്. വേറൊരു ജീവി അങ്ങനെ ചെയ്യൂല. കന്നിമാസത്തിലാണ് നായക്കൾ ഇണചേരുന്നത്. നാദിറായി വളരെ അപൂർവമായി അല്ലാത്തത് സംഭവിച്ചേക്കാം. അതില്ലാത്ത മാതിരി കൂട്ടണം. ഏതിനും എതിരിൽ ചില അപൂർവ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. കന്നിമാസത്തിലാണ് നായക്കൾ ഇണചേരുന്നത്. എന്തേ കാരണം? കന്നിമാസത്തിലെ പട്ടി ഗർഭിണിയാവുള്ളൂ എന്നതാണ് കാരണം. മനുഷ്യനല്ലാത്ത ഒരു ജീവിയും കുട്ടികൾ ഉണ്ടാവുക എന്ന ലക്ഷ്യത്തിലല്ലാതെ ഇണചേരാറില്ല. ലൈംഗിക അസംതൃപ്തിയുടെ കാരണം കുട്ടികൾ ഉണ്ടാവരുതേ എന്ന് കരുതി ഇണചേരുന്നു എന്നതാണ്. നമ്മൾ കുട്ടികളുണ്ടായാലും ഭാര്യ ഗർഭിണിയായാലും നമ്മളെ ചങ്ങായിമാരോട് നമ്മൾ പറഞ്ഞത് എടാ കുടുങ്ങിയടാ എന്നാ പറഞ്ഞത്. വെള്ളം കോരാൻ ചെന്നപ്പോൾ ഓളും അങ്ങനെ തന്നെ പറഞ്ഞത് എടി പറ്റിച്ചു എന്നാ തോന്നണത് എന്നാ. പിന്നെ എങ്ങനെ ആ കുട്ടിനെ കൊണ്ട് നമ്മൾ കുടുങ്ങാതിരിക്കോ? കാരണം നമ്മളുണ്ടായപ്പോൾ തന്നെ മനസ്സുകൊണ്ട് കരുതിയത് കുടുങ്ങിയെന്നാണ്. ഞാൻ പറഞ്ഞത് നമുക്കൊരു കാര്യം പഠിക്കാതെ ചെയ്യാൻ പറ്റൂല. നമ്മളെല്ലാ കാര്യവും പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുടുംബജീവിതം, ലൈംഗിക ജീവിതം എന്നത് നമ്മൾ പഠിക്കേണ്ടതാണ്. എവിടെ നിന്ന് പഠിക്കണം? ഈ ലോകത്തെ ഏറ്റവും വലിയ മാതൃക ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. 63-ാമത്തെ വയസ്സിലും നബി തങ്ങള് ഒരു കോഴിയുടെ കാലെടുത്ത് അതിങ്ങനെ കടിച്ചിട്ട് താഴെ വെച്ചാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ കോഴിക്കാലെടുത്തിട്ട് നബി തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിക്കുമായിരുന്നു. 63-ാമത്തെ വയസ്സിലും ബഹുമാനപ്പെട്ട സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് ഇങ്ങനെ കുടിച്ച് ഗ്ലാസ് താഴെ വെച്ചാൽ നബി തങ്ങൾ ആ ഗ്ലാസ് എടുത്തിട്ട് സഫിയ ബീവിയുടെ വായ എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ വായ വെച്ച് പാല് കുടിക്കുമായിരുന്നു. ഏതെങ്കിലും 63 കൂട്ടണ്ട, ഏതെങ്കിലും ഒരു 45 വയസ്സായ ഭാര്യ ഭർത്താവിനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? ആരടുത്തുനിന്ന് നമ്മൾ പഠിച്ചത്? കുടുംബജീവിതം മുഹമ്മദ് നബിയിൽ നിന്ന് പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബജീവിതം നബി തങ്ങളിൽ നിന്ന് പഠിക്കണം. ഇടക്കിടക്ക് ഇങ്ങനെ ആടിനെ കറുത്താൽ അതിൻ്റെ കുറകെടുത്തിട്ട് ഖദീജാബിയുടെ കൂട്ടുകാരികൾക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തയക്കും നബി തങ്ങൾ. വല്ലാതായപ്പോൾ ഒരു ദിവസം ആയിഷ ബീവി ചോദിച്ചു, അജൂസുൻ കഥാവ കഥ നബിയെ, നിങ്ങളിങ്ങനെ എപ്പോഴും പറഞ്ഞ ഈ ഖദീജ ഒരു തള്ളല്ലേ എന്ന് ചോദിച്ചു. ഒരു തള്ളനെ പറ്റിയിട്ടല്ലേ നിങ്ങൾ പറയണത്? എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. വഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ ഖൈറായ ധാരാളം സ്ത്രീകളെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നില്ലയോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ ഖൈറായ ഭാര്യയെ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല. എന്നിട്ട് 3 കാര്യം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം വലദത്തിനി ഇബ്നഹാ, ഖദീജ എനിക്ക് കുട്ടികളെ പ്രസവിച്ചു തന്നിരിക്കുന്നു. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞത് ഗർഭപാത്രമാണ്. ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ്. ഗർഭപാത്രം നഷ്ടപ്പെട്ടാൽ ശബ്ദം വരെ മാറും. ശരീരത്തിൽ രോമവളർച്ചയുണ്ടാകും. ഗർഭപാത്രം നഷ്ടപ്പെട്ടാൽ സ്ത്രീകൾക്ക് ശരീരത്തിൽ രോമവളർച്ച കൂടുതലായിരിക്കും. താടി മീശയൊക്കെ ഉണ്ടാവാൻ തുടങ്ങും. ശബ്ദം വരെ പുരുഷൻ്റെതായി മാറും. സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ്. ചില അനിവാര്യതകളിൽ എടുത്തു കളയേണ്ടി വരും. ഞാനതിന് നിഷേധിക്കൊന്നല്ല കേട്ടോ, ഞാനത് പാടില്ല എന്നൊന്നും പറയല്ല. പക്ഷെ പെണ്ണിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ്. വലദത്തിനി ബിനഹാ, ഖദീജ എനിക്ക് കുട്ടിയെ പ്രസവിച്ചു തന്നു. 2 കുട്ടികളെ, മക്കളെ അറുത്ത് തോൽ പൊളിച്ച് വൈക്കോൽ നിറച്ച് നിങ്ങളല്ല കേട്ടോ. ഒരു സലാത്തല്ലേ, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. അതർക്കടില്ല, ഇടയിലിരുത്തുക. എന്തോ പറഞ്ഞു എന്നാവോ, അത് പറയേണ്ടതായിരിക്കില്ല, അതുകൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല. എന്തോന്ന് പറഞ്ഞു? 3 കാര്യങ്ങൾ ആയിക്കോട്ടെ.
അപ്പോൾ രണ്ടാമത്തത് ആമനത്തി ബി ഹീന കഫറന്നാസ് എന്നാണ്. ആമനത്തി ബി ഹീന കഫറന്നാസ്, ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ ഖദീജ എന്നെ വിശ്വസിച്ചു. അതാണ് രണ്ടാമത്തെ കാര്യം. എല്ലാവരും പറ്റും. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് സ്വന്തം ഭാര്യയുടെ സർട്ടിഫിക്കറ്റാണ്. നമ്മളെ നാട്ടുകാർ മൊത്തം സാലിപ്പൈസ് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് പുതിയാപ്പിള തന്നെയാണല്ലോ. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നബി തങ്ങളുടെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് സ്വന്തം. അത് ഏത് ഭാര്യയാണ്? ഖദീജ ബി എന്ന് പറഞ്ഞ സംഗതിയെക്കുറിച്ച് നമുക്ക് നല്ലോണം പഠിക്കണ്ടേ. ഖദീജ ബിക്ക് 40 വയസ്സാണ്. എന്താണ് സ്ത്രീകളുടെ 40 വയസ്സിൻ്റെ പ്രത്യേകത? സ്ത്രീകൾ ലൈംഗികമായി ഏറ്റവും കൂടുതൽ ദാഹം അനുഭവിക്കുന്ന പ്രായം 40. ശരാശരിയാണ് കേട്ടോ. ശരാശരി 40 എന്ന് പറഞ്ഞാൽ 38 മുതൽ 42 വരെ. ഇതാണ് സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ ലൈംഗിക ദാഹമുള്ള സന്ദർഭം. ആ സമയത്തുള്ള ഒരു സ്ത്രീ. പിന്നെ ഖദീജ ബിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. നിരവധി പുരുഷന്മാർ വിവാഹാലോചന നടത്തിയിരുന്ന സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. വയസ്സ് 40 എന്നുള്ളത് നോക്കണ്ട. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ സൗകര്യവും, ഇഷ്ടം പോലെ സമ്പത്ത്, എല്ലാ സൗകര്യങ്ങളും. അങ്ങനെയുള്ള ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി അംഗീകരിക്കുന്നു. മൂന്നാമത്തത് അശ്റകത്നി ഫീ മാലിഹാ ഹീന ഹറമനിന്നാസ്, എല്ലാ മനുഷ്യരും എന്നെ ആട്ടിയോടിച്ചപ്പോ ഖദീജ അവളുടെ സ്വത്തിൽ എന്നെ പങ്കുചേർത്തിരിക്കുന്നു. 20 കൊല്ലം മുമ്പ് ഓളെ വാപ്പ കൊടുത്ത 30,000 റുപ്യൻ്റെ കണക്ക് ഇപ്പോഴും പറയാന്നല്ല. എന്തേ പറഞ്ഞു? ഖദീജ ബീവിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞ ഒരു മുതൽ ഞാൻ കെട്ടിയതിൻ്റെ ശേഷം ഓൾക്ക് ഉണ്ടായിട്ടില്ല, മുഴുവൻ എൻ്റെതായിരുന്നു. കൊടുത്തൻ തീർത്തത് മുഴുവൻ. എന്തേ കാട്ടി? ഖദീജ ബീവിൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അറബികൾ കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് കച്ചവടം ചെയ്യുക. വർഷത്തിൽ 2 പ്രാവശ്യമാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം 6 മാസത്തെ വരുമാന മാർഗമാണ്. 6 മാസത്തെ ജീവിത മാർഗമാണ് ഒരു കച്ചവടം. ഒരു കച്ചവട സംഘത്തിൽ 40 ഒട്ടകങ്ങളാണ് ഉണ്ടാവുക. 40 ഒട്ടകപ്പുറത്ത് 40 വീട്ടിൽ നിന്ന് ഓരോ ആളുകൾ വീതം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 40 ഒട്ടകങ്ങളുള്ള ഒരു സംഘം 40 കുടുംബത്തിൻ്റെ 6 മാസത്തെ വരുമാന മാർഗമാണ്. എന്നാൽ ഖദീജ ബീവിക്ക് ഒട്ടക സംഘമുണ്ട്, 40 ഒട്ടകമുണ്ട്. 40ൻ്റെ പുറത്തും കൂലിക്കാരാണ് എന്ന് പറഞ്ഞാൽ 40 വാര തന്നെയാണ് ഖദീജ ബീവിയുടേതാണ്. അങ്ങനത്തെ ഒരു സംഘമല്ല, അങ്ങനത്തെ ധാരാളം സംഘത്തിന്റെ ഉടമയാണ് ഖുവൈലിദിന്റെ മകളായ സയ്യിദത്തുന ഖദീജ. അത് മുഴുവനും കൊടുത്തിട്ട് നബി തങ്ങൾ സ്വതക്ക കൊടുത്താണ് തീർത്തു. ഒരു കുഴപ്പവും ഉണ്ടായില്ല. അതാണ് മുതല്. ആ മുതല് മുഴുവൻ ഇന്റതാക്കി മാറ്റി. അശ്റകത്നി ഫീ മാലിഹാ ഹീന ഹറമനിന്നാസ്, ജനങ്ങളെല്ലാവരും എന്നെ ആട്ടിയോടിച്ചപ്പോ ഖദീജ അവളുടെ സമ്പത്തിൽ എന്നെ പങ്കുചേർത്തു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളുടെയും മാനസികാവസ്ഥ തമ്മിലൊരു വ്യത്യാസമുണ്ട്. പുരുഷന്മാരുടേത് ശേഖരണ മനസ്സും സ്ത്രീകളുടേത് നിർമ്മാണ മനസ്സുമാണ്. അതായത് ഒരു പെണ്ണിനെ ടെൻഷനാക്കുന്നതും ഒരു പുരുഷനെ ടെൻഷനാക്കുന്നതും ഒരേ കാര്യമല്ല. രണ്ടാളുടെയും 2 മനസ്സാണ്. ആണുങ്ങൾക്ക് ടെൻഷൻ വരിക, നിങ്ങൾ എന്ത് മനസ്സാണ് 5 വയസ്സക്ക് വകയില്ല എന്ന് പറഞ്ഞാൽ ടെൻഷനായി. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചായൻ്റെ വെള്ളം കൂടി ഉണ്ടാക്കാൻ കഴിയൂലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം മൂപ്പർ ജോലി ചായൻ്റെ വെള്ളം ഉണ്ടാക്കലല്ല, ശേഖരണ മനസ്സാണ്. പൈസ ഉണ്ടാക്കുക, അതാണ് പുരുഷന്റെ മനസ്സ്. എന്നാൽ സ്ത്രീയുടെ മനസ്സ് നിർമ്മാണ മനസ്സാണ്. നിർമ്മാണ മനസ്സ് എന്ന് പറഞ്ഞാൽ ചായ ഉണ്ടാക്കുക, കഞ്ഞി ഉണ്ടാക്കുക, പാത്രം അരിച്ചോരുക, തുടക്കുക, തിരുമ്പുക, അങ്ങനെയുള്ള അതാണ് നിർമ്മാണ മനസ്സ്. അവളെ സപ്പോർട്ട് ചെയ്യേണ്ടത് അതിലാണ്. എന്നെങ്കിലും ഒരു ദിവസം ചാറിലിപ്പ് കയറിയാൽ ഇവിടെ ഒന്നും ചാറിലിപ്പ് കയറന്നെ എന്ന് പറയുമ്പോഴാണ് അവർക്ക് ടെൻഷൻ. എൻ്റെ അടുത്ത് ഒറ്റ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പെണ്ണിൻ്റെ അടുത്ത് പൈസ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ആണുങ്ങളും ആണോ ഒന്ന് ശ്രദ്ധിക്കുക, പോക്കറ്റിൻ്റെ അവസ്ഥ ഒരിക്കലും പെണ്ണുങ്ങളെ അറിയിക്കരുത്. പോക്കറ്റ് കാലിയാണ് എന്നുള്ളത് സ്ത്രീകളെ അറിയിക്കാൻ പാടില്ല. എല്ലാ വിലയും നിലയും പോവും, മാത്രമല്ല നമ്മൾ ടെൻഷനാവും ചെയ്യും. അത് നമ്മൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പെണ്ണുങ്ങളെ വയസ്സും ആണുങ്ങളെ ശമ്പളവും ആരും അറിയിക്കാൻ പാടില്ല എന്ന്. എത്ര ഉറുപ്പ് വരുമാനം ഉണ്ട് എന്ന് ആരും അറിയിക്കരുത്. ഉള്ളതുകൊണ്ട് നല്ല മട്ടത്തിൽ ഓണം പോലെ ജീവിച്ചു പോകുക എന്നുള്ളതാണ്. പെണ്ണുങ്ങളെ വയസ്സ് പറയും വേണ്ട, ചോദിക്കും വേണ്ട, അത് ഓൽക്ക് മാത്രം അറിഞ്ഞാൽ മതി. ഇത് രണ്ടും ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നിർമ്മാണ വിഷയത്തിലാണ്.
നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യങ്ങൾ, നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാറില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് ചോദിക്കണോ? ഇതിലിപ്പോൾ 25 കൊല്ലമായി കല്യാണം കഴിച്ചവരുണ്ടാവും, 20 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം, അങ്ങനെ താഴെ പെണ്ണുങ്ങളോട് നമ്മൾ ആണുങ്ങളോട് പറയാം. ഞാൻ ചോദിക്കണത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചാൽ മതി, ആരും പറയണ്ട. ഓരോരുത്തർ അവനെൻ്റെ മനസ്സിൽ ചോദിക്കുക. നമ്മളിപ്പോൾ 15 കൊല്ലം, 20 കൊല്ലം, 10 കൊല്ലം, 40 കൊല്ലം, 45 കൊല്ലമൊക്കെ ആയിട്ട് കല്യാണം കഴിച്ച ആൾക്കാരുണ്ട്. നമുക്കൊക്കെ നമ്മളെ പെണ്ണുങ്ങളോട് നല്ല ഇഷ്ടമാണ്, ആർക്കും എതിർപ്പില്ല, ഒക്കെ സ്വർഗത്തേക്ക് എത്തണം, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊള്ളണമെന്ന് ആഗ്രഹമാണ്. അള്ളാഹ് ഒരുമിച്ച് വിടുതട്ടെ, വേണ്ട തന്നെയാണ് എല്ലാവരും, അങ്ങനെ നല്ല ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും. പക്ഷേ നമ്മൾ ആരെങ്കിലും ഇതുവരെ നമ്മളെ പെണ്ണുങ്ങളോട്, ഭാര്യനോട്, മോളെ എനിക്ക് അന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവില്ല, പറഞ്ഞിട്ടില്ല. ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സ്ഥലത്ത് കൂടെ ഒരാളിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു സഹാബിവര്യൻ പറഞ്ഞു, നബി ആ പോയ ആളെ എനിക്ക് നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ഇജത് അയാളോട് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല പറഞ്ഞു. എന്നാൽ പോയി പറഞ്ഞിട്ട് ഇനി ഇവിടെ ഇരുന്നാൽ മതി പറഞ്ഞു. പറഞ്ഞയച്ചു. നമ്മളെന്നും കാണില്ല നമ്മളെ പെണ്ണുങ്ങളെ, ഇതുവരെ നമ്മൾ മോളെ അന്നക്ക് എനിക്ക് അന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി ഭാര്യ, താഴെണ്ടല്ലോ പെണ്ണുങ്ങൾ കുറേ, ഭർത്താവിനോട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് എൻ്റെ പ്രസംഗം കേട്ടതിൻ്റെ വകയായിട്ട് നിങ്ങൾ കൂട്ടിക്കോളി, ഇന്നത് പറയണം. ചെവിയോട് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ ഓരോ പ്രാവശ്യം പറഞ്ഞാൽ മതിയാവും. 6 മാസം കൂടുമ്പോൾ ഒന്നുകൂടിയും പറയാം. അങ്ങനെ 6 മാസം, കൊല്ലത്തിൽ 2 പ്രാവശ്യം മാത്രം എന്നൊന്നും പറയണ്ട. എന്നിപ്പോൾ അതിൻ്റെ ഒരു പണി അത് പറ്റില്ല. 6 മാസം കൂടുമ്പോൾ ഒന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നാ. ഒന്ന് സ്നേഹവും, 2 നന്ദി. എനിക്കിപ്പോൾ അങ്ങോട്ട് ഭയങ്കര നന്ദിയുണ്ട്. ഞാനത് ഐസിൽ വെച്ചിട്ട് എന്താ കാര്യം, തണുത്ത് കണ്ടത് ഇങ്ങനെ ഉറക്കുന്നല്ലാതെ യാതൊരു പ്രയോജനം ഇല്ലല്ലോ. ഞാൻ അങ്ങോട്ട് പറയണ്ടേ നന്ദി എന്നതുമാതിരി സ്നേഹവും പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ എന്താ പറയാതിരുന്ന കുഴപ്പം? പറയാതിരുന്നാലും മീൻകാരൻ പറഞ്ഞാൽ ഓൻ്റെ ഒപ്പം പോകും. മീൻകാരൻ എന്നുള്ള ഉദാഹരണമാണ്. പയതുവർക്കുന്ന ആളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പറയുന്ന ആൾക്കാരൊപ്പം പോവും. നമ്മളാരും പറഞ്ഞില്ല എന്നുള്ള തന്നെ പ്രശ്നം. തിരിച്ചു ഓൾ ഇങ്ങോട്ടും പറഞ്ഞില്ല, നമ്മൾ അങ്ങോട്ടും പറഞ്ഞില്ല. നാട്ടുകാരോട് പറയും പോലെ അല്ലല്ലോ, അവനെൻ്റെ സ്വന്തം ഭാര്യനോട് പറയണ്ടേ? ഇല്ലെങ്കിൽ പറയുന്നവരെ ആകർഷിക്കും, ഉറപ്പാണ് ആ കാര്യം. സ്നേഹവും നന്ദിയും പറഞ്ഞാൽ മാത്രം അറിയുന്നതും അറിഞ്ഞാൽ മാത്രം ഉപകാരമുള്ളതുമാണ്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞിരിക്കണം. നബിതങ്ങൾ ആ മനുഷ്യനെ സദസ്സിലിരിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നാ. പോയി പറഞ്ഞിട്ട് ഇനി എൻ്റെ സദസ്സിലിരുന്നാൽ മതി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതം നമ്മൾ പഠിക്കേണ്ടത് പുണ്യനബിയിൽ നിന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളും ഉമ്മഹാത്തുൽ മുഅ്മിനീനും തമ്മിൽ ജീവിച്ച ജീവിതം. നിക്കാഹിന്റെ സാഹചര്യം നമ്മൾ തോർക്കുമല്ലോ. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി സൗജൈനി കമാ അല്ലഫ്ത ബൈന ആദമ വഹവ്വാ കമാ അല്ലഫ്ത ബൈന ഹബീബിനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബൈന ഉമ്മഹാതിൽ മുഅ്മിനീൻ. അല്ലാഹുവേ, ഈ 2 ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആദം നബിൻ്റെയും ഹവ്വാ ബീവിൻ്റെയും ഇടയിലുള്ളത് പോലുള്ള ഇൽഫത്ത്, യോജിപ്പ് നീ ഉണ്ടാക്കണേ. എന്താ ആദം നബിയുടെ ഹവ്വാ ബീവിൻ്റെ ഇടയിലുള്ള ഇൽഫത്ത് പറഞ്ഞാൽ അറിയങ്ങൾ? ഞാൻ പറഞ്ഞു, ആദം നബി വന്നിട്ട് ശ്രീലങ്കയിലാണ് ഇറങ്ങിയത്. ഹവ്വാ ബി വന്നിട്ട് സൗദി അറേബ്യയിൽ ജിദ്ദയിലാണ് ഇറങ്ങിയത്. ശ്രീലങ്കയിൽ നിന്ന് നേരെ പടിഞ്ഞാറ് വശത്തേക്ക് യാത്ര ചെയ്താലാണ് സൗദി അറേബ്യയിലെത്തുക. ആദം വല്ലിപ്പെങ്ങാനും അന്ന് കിഴക്കോട്ട് നടന്നിക്കുകയാണെങ്കിൽ എന്താവും അവസ്ഥ? ഇലാ യൗമിൽ ഖിയാമ ഓര് തമ്മിൽ വിമാനം കാണാതായ മാതിരി ആവൂലേ? യാതൊരു ഐഡി പൈൽ കിട്ടുന്നില്ലല്ലോ എന്ന മാതിരി ആവൂലേ? പക്ഷേ പോകൂല. എന്തുകൊണ്ട്? അള്ളാഹു അവരുടെ കൽബുകൾക്കിടയിൽ ഇൽഫത്ത് എന്ന ബന്ധം ഉണ്ടാക്കിയിരുന്നു. ഖുർആൻ കല്യാണം കഴിക്കാൻ കഴിഞ്ഞത് തട്ടിമുട്ടി ജീവിക്കാനല്ല, സന്തോഷത്തോടെ. സൂറത്തുർ റൂമിൻ്റെ 24-ാമത്തെ ആയത്തിലാണ് പെണ്ണെട്ടാൻ പറഞ്ഞിട്ടുള്ളത്. സൂറത്തുർ റൂമിൻ്റെ 24-ാമത്തെ ആയത്തിലാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ومن آياته അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും, നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ അൻഫുസിക്കും, നിങ്ങളുടെ അൻഫുസിൽ നിന്ന് തന്നെ, അസ്വാജൻ, ഇണകളെ, ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ സമാധാനത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്.
ലിതസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞാൽ വളരെ സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറയുന്നത്. നമ്മളെന്താ പറയാ, പെണ്ണെട്ടിയാൽ കാല് കെട്ടിയെന്നാണ് നമ്മളെ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രയോഗമാണ്. പെണ്ണെട്ടിയാൽ പിന്നെ ഇടങ്ങാറായി എന്ന് നമ്മൾ പറയാം. ഖുർആൻ ഇടങ്ങാറാവാൻ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടില്ല. ഒരാൾ കല്യാണം കഴിച്ചതിന് ശേഷം ഇടങ്ങാറായാണെങ്കിൽ എന്ത് മനസ്സിലായി? ഖുർആൻ പറഞ്ഞ കല്യാണമല്ല നടന്നത് എന്ന് മനസ്സിലാവും. ഖുർആൻ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എന്തിനാ? ലിതസ്കുനു ഇലൈഹ, ഉള്ള സമാധാനം കൂടാൻ വേണ്ടിയിട്ടാണ്. ഉള്ള സമാധാനം കൂടിയും പോകാൻ വേണ്ടിയിട്ടല്ല. അതിനാ രണ്ട് കാര്യങ്ങൾ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, മവദ്ദത്ത് റഹ്മത്ത് എന്നിവയായ രണ്ട് ഗുണങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് സമാധാനത്തോടുകൂടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടിയാകുന്നു. മവദ്ദത്ത് റഹ്മത്ത് എന്ന് പറഞ്ഞത് രണ്ടും സ്നേഹബന്ധാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ 8 തരം സ്നേഹങ്ങളുണ്ട്. അതിൽപ്പെട്ട 2 എണ്ണാണ് മവദ്ദത്ത് റഹ്മത്ത് എന്ന് പറയുന്നത്. സ്നേഹം, നന്നായി സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത്. ഈ സ്നേഹബന്ധത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൽഫത്ത് എന്ന് പറയുന്നത്.